രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമതായിട്ട് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, അത് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ, ജാർഖണ്ഡിലാണ്. ഇതിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ. അടുത്തത് ഇതിൻ്റെ പ്രത്യേകത, പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ഭദ്രാവതി, കർണാടകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ്, ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഛത്തീസ്ഗഡിലെ ദുർഗ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഈ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചത്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല, സുന്ദർഗഡ്, അതായത് ഒഡീഷയിലാണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് റൂർക്കേല സ്ഥാപിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? സുന്ദർഗഡ്, ഒഡീഷ. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ സ്റ്റീൽ ലിമിറ്റഡ് കേട്ടോ, അത് പശ്ചിമ ബംഗാളിലാണ്, ദുർഗാപൂർ. 1962 UK സാങ്കേതിക സഹായത്തോടെയാണിത് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ബൊക്കാറോ, ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഈ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചത്. ഇപ്പോഴത്തെയും PSCയിൽ ഒരു മാർക്ക് വരുന്ന ഒരു ഏരിയയാണിത്. ഇതിൽ റൂർക്കേല, അതുപോലെ ഭിലായ്, ദുർഗാപൂർ ഇങ്ങനെയുള്ള സ്റ്റീൽ കമ്പനികളെ കുറിച്ചൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ കൂടുതൽ സാധ്യതയുണ്ട് ഒരു മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.